അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പഴംപൊരിയുടേത്. അതിൽ ഞാൻ മുട്ട ചേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു ഇത് പഴംപൊരിയിൽ ഇങ്ങനെ മുട്ട ചേർക്കാറുണ്ടോ എന്നുള്ളത്. ഞങ്ങളുടെ ഈ ഒരു സൈഡിലൊക്കെ പഴംപൊരിയിൽ മസ്റ്റായിട്ട് മുട്ട ചേർക്കും കേട്ടോ. ഇനിയിപ്പോൾ തട്ടുകട സ്റ്റൈലിൽ പൊരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മുട്ട ചേർക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മുട്ട ചേർത്തിട്ട് കേട്ടോ ചെയ്യുന്നത്. ഞാൻ റമദാനൊക്കെ ആലില്ലേ ഫുള്ളായിട്ട് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാം, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ. അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ പഴം പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എടുത്തതെന്ന് പറഞ്ഞാൽ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഒരു മുട്ടയും, പിന്നെ നമ്മൾ ഒരു ഓവറായിട്ട് ലൂസായി പോകേണ്ട ദോശമാവിൻ്റെ ആ ഒരു രീതിയിലുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. എന്നിട്ട് കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കുക. അപ്പോൾ പഴംപൊരിയുടെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞവർക്ക് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പഴം പൊരിച്ചാൽ. ഈ ഒരു പഴംപൊരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തണിഞ്ഞിട്ട് തിന്നാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ കഴിക്കുന്ന പഴംപൊരിയൊക്കെ നമുക്ക് കുറേ കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ വീട്ടിൽ തന്നെ ആ ഒരു സ്റ്റൈലിൽ ചെയ്തെടുത്താലും ടേസ്റ്റ് കുറവായിരിക്കും. ഇതിപ്പോൾ രാവിലത്തെ മുട്ട റോസ്റ്റിൻ്റെ ബാക്കി വന്ന മസാലയാണ്. ഇത് ഞാൻ വിചാരിച്ച് ഇതുകൊണ്ട് എന്തെങ്കിലും കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് ഞങ്ങളെ മക്കൾ ചോറ് കഴിക്കുന്നതൊക്കെ വളരെ കുറവായിരുന്നു. കാരണം എന്താ വെച്ചാൽ വലിയ കറികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അങ്ങ് ചോറ് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റി ആണെങ്കിൽ മാത്രമേ ഇവിടുത്തെ കുട്ടികളൊക്കെ, എല്ലാ കുട്ടികളും ഇപ്പോൾ അങ്ങനെയാണല്ലോ, കഴിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഉച്ചക്കത്തെ ആ ഒരു ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു മക്കളെല്ലാം ഇങ്ങനെ വിശന്ന് സ്കൂൾ ആ ഒരു ലീവിൻ്റെ സമയത്തല്ലേ നമ്മളെ അടുത്ത് ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്തൊക്കെ നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ചാൽ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാ മസാലകളും ഇതിലുണ്ട്, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങളിങ്ങനെ ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് കുറച്ച് മഞ്ഞൾ മുളകൊക്കെ ഇട്ടിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുത്താൽ മതിയേ. ഇത് ഞാനിപ്പോൾ സെയിം അളവ് ആട്ടമാവോ മൈദാമാവോ ഒരേപോലെ ഉപ്പും ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഒരു സൈഡിൽ പഴം പൊരിച്ചെടുക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഇത് ഇറച്ചി 10 രൂപത്തിലാക്കി എടുക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു ഉള്ളി ഇനിയിപ്പോൾ ആരും കഴിക്കില്ല, മുട്ട റോസ്റ്റിൻ്റെ ബാക്കി വന്നതല്ലേ, അത് പിന്നെ കളയണ്ടേ. പഴംപൊരിയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്ക് ഇതേപോലെ മുക്കിയെടുക്കുമ്പോൾ പ്രശ്നമില്ല. ചില ആൾ മുക്കി എണ്ണയിലേക്ക് ഇടുമ്പോൾ മാവ് മൊത്തത്തിൽ പോയിപ്പോൾ ഒന്ന് പഴത്തുമ്മൽ മാവ് ഉണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് മാവ് അങ്ങനെ ഒഴുകി എണ്ണയിലേക്ക് പോവില്ല, പഴത്തുമ്പോൾ തന്നെ ഫില്ലായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കുന്നത് ഞാനങ്ങനെ കുഞ്ഞു ഇറച്ചിപ്പതിലൊന്നും ആക്കി എടുക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഞാനൊരു 4:45 അങ്ങനെയാണ് കിച്ചണിൽ ഇറങ്ങിയത്. ഇനി എനിക്ക് പുറത്തിറങ്ങണം, ചെടിക്ക് വെള്ളം നനയ്ക്കണം, നമ്മൾ രാവിലെ അലക്കിയുടെ തുണികളൊക്കെ മടക്കി കൊണ്ടാക്കണം, ഒരുപാട് ജോലികളുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനത് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചായക്കടി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ ഈ ഒരു മുട്ട റോസ്റ്റിൻ്റെ പകുതിയും കണ്ട്, പിന്നെ മക്കൾ ഇങ്ങനെ ചോറൊന്നും തിന്നിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ എന്തെങ്കിലും പഴം പൊരിച്ച് കൊടുക്കട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുമല്ലോ, അങ്ങനെ ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ ദോശമാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നേരത്തെ നമുക്ക് തട്ടുകട സ്റ്റൈലാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പഴംപൊരിയുടെ ബാറ്റർ മിക്സാക്കി വെക്കണം. നല്ല സുന്ദര കുട്ടപ്പന്മാരായ പഴംപൊരി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് രാവിലെ ചായ കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റ്. ഈ ഒരു മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട്. മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിപ്പോൾ ഏലക്കപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ ഈസി ആയിട്ട് ഒരു വണ്ണത്തിലാട്ടോ പരത്തിയെടുക്കുന്നത്. കുഞ്ഞാക്കി പരത്തിയെടുക്കാൻ സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ എൻ്റെ മക്കൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പഴംപൊരിനെക്കാട്ടും ഇഷ്ടം അതിൻ്റെ ബാറ്റർ ലാസ്റ്റ് പൊരിക്കുന്നതാണ്. പഴംപൊരിയുടെ നമ്മൾ പറയും കൂട്ട് പൊരിച്ചതെന്ന്, അതാണ് ഇവിടെ കുറച്ചുകൂടി ഇഷ്ടം. എൻ്റെ മോൾ അടുത്ത് വന്നെന്ന് പറയാണ്, ഉമ്മ പഴം ഫുള്ളായിട്ട് പഴംപൊരി വേണ്ട, കുറച്ച് നമുക്ക് കൂട്ട് പൊരിച്ച് തന്നേക്കുന്നുള്ളത്. അങ്ങനെ കുറച്ച് അങ്ങനെയും പൊരിച്ച്, പിന്നെ നമ്മളിത് ഇറച്ചിപ്പത്തിൽ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, പൂരിമാവ് പോലെ. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്ത് സെയിം ഹാഫ് അളവാണ്. 1/2 കപ്പാണ് നമ്മളിപ്പോൾ മൈദ എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് തന്നെ ഗോതമ്പ് മാവ് എടുത്തിട്ട് കുഴച്ചെടുക്കാട്ടെ. നമുക്ക് എപ്പോഴും നമ്മളെ കിച്ചണിൽ ഇറങ്ങിയിട്ട് ഈസി ആയിട്ട് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ പഴംപൊരിയൊന്നും ഉണ്ടാക്കാൻ അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വേഗം ഉണ്ടാക്കിയെടുക്കാൻ. ഞാനിപ്പോൾ ബാറ്റർ കുറേ സമയം കൂട്ടുകൂട്ടി വെക്കുകയോ അല്ലെങ്കിൽ രാവിലെയും അങ്ങനത്തെ ഒന്നുമില്ല, പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞിട്ട് മൈദ എടുത്തു, പഞ്ചസാര എടുത്തു, എല്ലാം കൂടി മിക്സ് ചെയ്ത് പഴം മുറിച്ചിട്ട് അങ്ങ് പൊരിച്ചെടുത്തു. ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ഇറച്ചിപ്പാത്രം ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു ചായ ഉണ്ടാക്കിയെടുത്ത് വൈകുന്നേരം ഹാപ്പിയായി നമ്മളെ മക്കൾക്ക്. സ്കൂളൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ബോറടിയല്ലേ. അവർക്ക് ബോറിംഗ് ഒന്നുമില്ല, ഫോണുണ്ടല്ലോ കയ്യിൽ. നമ്മളെപ്പോലെ അല്ലല്ലോ കുട്ടിക്കാലം എന്ന് പറയുന്നതൊക്കെ. നമുക്കൊന്നും എത്ര ആഗ്രഹിച്ചാലൊന്നും കിട്ടാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെയില്ല. അതായത് നമ്മളിപ്പോൾ 80s 90s കിഡ്സിൻ്റെ മക്കളാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്, 2K കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല,
അതൊക്കെ നമ്മളിപ്പോൾ നമ്മളെ മക്കൾക്ക് എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓരോ പാരൻസും ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അത് ഭയങ്കര ലക്കിയാണ് ഈ ഒരു കുട്ടികളെന്ന് പറയുന്നത്. നമ്മളെ ജനറേഷൻ എന്ന് പറഞ്ഞതിനെക്കാട്ട് ഒരുപാട് ലക്കിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മുറ്റത്തേക്ക് ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ കുരുമുളക് കണ്ടത്, കുറ്റി കുരുമുളക് ഒന്ന് എൻ്റെത് ഉണങ്ങിപ്പോയി കേട്ടോ, 2 ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മൂത്തിട്ടൊന്നുമില്ല കേട്ടോ, മൂത്ത് വന്നിട്ടില്ല നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വെച്ചിട്ട് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, രാവിലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് പച്ച കുരുമുളക് വെച്ചിട്ട് കറിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ 2 സവാള നൈസായി കട്ട് ചെയ്തിട്ടു. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇട്ട്, പിന്നെ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഒക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം മതി. മുളക് പൊടിക്ക് പകരം നമ്മൾ പച്ചക്കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി. വയറ്റ് പോച്ചലുള്ള ഒരുപാട് പേരുടെ പ്രശ്നമാണ് മുളകിട്ട കറി കഴിക്കുമ്പോൾ വയറ്റിന്ന് പോച്ചലെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പിന്നെ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു കുരുമുളക്, ഗ്രീൻ കുരുമുളക് കറി നല്ല ടേസ്റ്റാണ്. എപ്പോഴും അവൈലബിളായി നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഇനി വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ തേങ്ങ മതിയേ. എൻ്റെ ഫ്രീസറിൽ വെച്ച തേങ്ങയുടെ കട്ട പോലെ ഉണ്ട്, അത് ഞാനൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തേങ്ങ ഒന്ന് ചൂടായാൽ മതി, വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണിഞ്ഞാലും നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാവേ. എന്നിട്ട് മത്തി ഇട്ടിട്ട് വേവിച്ചെടുക്കുക, അത്രയും പണിയുള്ളൂ. ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെ തരിതരിപ്പില്ലാതെ അരച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ എരിവ്, പുളിപ്പും ഒക്കെ കറക്റ്റ്, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കണം കേട്ടോ. എരിവൊക്കെ കറക്റ്റ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾ ആ ഉള്ളി വറ്റുന്ന സമയത്ത് 1 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എരിവുണ്ടാവും. നല്ല, ഞാനിപ്പോൾ കുട്ടികൾക്ക് കഴിക്കേണ്ടതുകൊണ്ട് അങ്ങനെ ഒരു എരിവില്ല. പിന്നെ എൻ്റെ കുരുമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടി ചേർക്കാവേ. എന്നിട്ടിപ്പോൾ നല്ലോണം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അടുത്ത് ഫിഷൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ നമുക്ക് പണ്ട് അടുപ്പത്തു നിന്ന് വെച്ച് ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ടു ഹൈ ആയിട്ട് ചെയ്ത്, ഏറ്റവും നല്ലത് സമയക്കുറവുണ്ടെങ്കിൽ നല്ലോണം ലോ ആയിട്ട്, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോ ആയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. പിന്നെ പാലപ്പത്തിൻ്റെ അരി, ഓക്കെ, അതിൻ്റെ അരി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മത്തിക്കറിയും കോമ്പിനേഷൻ ഉണ്ടോ നിങ്ങൾ ചോദിച്ചാൽ അടിപൊളി കോമ്പിനേഷനാണ്, അഡാറ് കോമ്പിനേഷനാണ്. എൻ്റെ മക്കൾ കഴിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളേത് 100% ധൈര്യത്തിൽ പറയാം. കാരണം ഒരു വിധമൊന്നും എൻ്റെ കുട്ടികൾക്ക് കോമ്പിനേഷൻ ഓക്കെ ആവില്ല. ഞാൻ എന്തും കഴിക്കുന്ന ഒരാളാണ്, തട്ടിക്കൂട്ടി ഞാൻ കഴിക്കും. വിശന്നാൽ എന്നുള്ളതൊന്നും എനിക്കങ്ങനെ ഇല്ല. അപ്പോൾ ഈ ഒരു അരി ഞാൻ എപ്പോഴും പറഞ്ഞാൽ, ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അരിയൊക്കെ അരച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ 4ാമത്തെ ദിവസമായി എൻ്റെ അപ്പത്തിൻ്റെ അരി. നിങ്ങൾ കണ്ടില്ല, ബോട്ടിൽ തീരാനായി. ആ ബോട്ടിൽ 3/4 ഭാഗം അരി അരച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അത് പൊങ്ങി വന്നപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അത് ചുട്ട് പിന്നെ ഞാൻ ഇത്രത്തോളം ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പം എങ്ങനെയുണ്ട്, നല്ലോണം നന്നായി കിട്ടിയിട്ടില്ലേ? എൻ്റെ അരിയൊക്കെ കഴിഞ്ഞു കേട്ടോ, ദോശമാവും കഴിഞ്ഞു, അപ്പത്തിൻ്റെ മാവൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2ാമതൊക്കെ അരച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. 2 മാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവ്, അപ്പത്തിൻ്റെ മാവ്. അപ്പോൾ ഈ ഒരു കറി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ പച്ചക്കുരുമുളക് തന്നെ ചെയ്തെടുക്കണം. അല്ലാതെ നിങ്ങളിപ്പോൾ ചോദിക്കും മറ്റേ ബ്ലാക്ക് പെപ്പർ വെച്ചിട്ട് ചെയ്താൽ, ഉണക്ക കുരുമുളക് വെച്ചിട്ട് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. 2 ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. ഇതാട്ടോ നല്ല ടേസ്റ്റ്. അപ്പത്തിനൊക്കെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കറി ഇങ്ങനെ വെക്കുമ്പം തന്നെയാണ് നല്ല ടേസ്റ്റ് ആട്ടോ. മത്തി കൂട്ടാത്ത കുട്ടികളൊക്കെ ആസ്വദിച്ചിട്ട് കഴിച്ചോളൂ. ഈ ഒരു കറി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ.